ഇനി ഞാൻ എന്ത് വിട്ടുവീഴ്ച ഞാൻ എനിക്ക് ഒരു വീട്ടിലൊരു ഡ്രൈവറായിട്ട് വേണമെങ്കിലും എനിക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്. പോകാൻ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഡ്രൈവർ ആവാനോ എന്താവാനോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവേ. അതല്ലേ അതിൻ്റെ ഒരു അല്ലേ? സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം, ഞാൻ അവിടെ ചെന്നിട്ടും ഡ്രൈവറായി നിൽക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതിനോട് പറയേ എന്നാൽ അങ്ങനെ ചെയ്യാം. എനിക്കിഷ്ടം, എനിക്ക് ഈ കുടുംബങ്ങൾ തെറ്റിപ്പിടാൻ ഇഷ്ടമല്ല. സിലു ഈ ടോക്ക് സൽഹ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ആയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മിസ്റ്റർ ഗഫൂർ ഖാ ഇക്ക ഇപ്പോൾ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് പുള്ളിക്കൊരു ഡ്രൈവർ ജോലിയെങ്കിലും അവിടെ കൊടുത്താൽ മതി പറയുന്നുണ്ട്. ജസ്റ്റ് അവരെന്താ നിരന്തരമായിട്ട് സിലുവിനെ ഹരാസ്മെന്റ് ചെയ്യാണ്, നിരന്തരമായിട്ട് വെറുപ്പിക്കുകയാണ്, നിരന്തരമായിട്ട് കുറ്റങ്ങൾ പറയുകയെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായി ഇട്ടു. അപ്പോൾ തന്നെ വൺ ടൈം ഇട്ടെടുത്ത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ അത് അവൾ ചതിച്ചതാണ്, ആ സ്ത്രീ എന്തോ വലിയ ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എനിക്ക് വാട്സപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ടായത്. വാട്സപ്പ് ഉണ്ട്. നമസ്കാരം, വെൽക്കം ബാക്ക്. അല്ല, സത്യത്തിൽ എന്താ നടക്കുന്നത്? അതായത് ആരോന്നുള്ളത് ഞാൻ പറയാം. ആരോ സിലുവിനെ നിരന്തരം ഹരാസ് ചെയ്യുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിലു ഇയാൾക്ക് ഇക്കയ്ക്ക് മെസ്സേജ് അയച്ചു വന്ന്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വന്ന്. ഇപ്പം ഞാൻ കേട്ടോടത്ത് എനിക്ക് പ്രശ്നമാണോ? കാരണം ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്, സ്വാഭാവികമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അങ്ങനെ പ്രശ്നമായ സമയത്ത് ഇയാൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് വിഷയം നിങ്ങൾക്ക് എത്ര പേര് മനസ്സിലായി എന്നുള്ളതല്ല. നമ്മുടെ ഇക്ക മാസിക്ക, ഞാൻ മാസിക്ക എന്ന് മൂപ്പര് വിളിക്കാൻ കാരണം അറിയും. മൂപ്പര് അയാളുടെ വീഡിയോൻ്റെ അടിയിലൊക്കെ തമ്മിലൊക്കെ കൊടുക്കുന്ന ഇങ്ങനെ മാസ് മറുപടിയുമായി ഇക്ക വീണ്ടും, സുലു ട്രേഡേഴ്സ് ഇക്ക വീണ്ടും മാസ് മറുപടിയുമായി. അയാൾ മാസ് മറുപടിയുമായി വരുന്നു പറഞ്ഞിട്ട് അയാൾ കാണുന്നത് കംപ്ലീറ്റ് കൊട്ടയും കൊണ്ടുവരുന്നതാണ്. കുറേ കൊട്ടകൾ, മറ്റേ ഊഞ്ഞാലും കൊട്ടയിട്ട്. എന്തായാലും അവരുടെ പ്രശ്നം അവരായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ടുള്ളത്. നമ്മളാരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് വന്ന് ഓരോ കാര്യങ്ങളും സമയാസമയങ്ങളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല. നമ്മൾ ഈ കാണുന്നവർക്കും നമ്മൾ കമൻറ്റ് ബോക്സൊക്കെ അതിനെ സ്ഥിതി കാണുന്നവർക്കും ബാക്കി എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്ന ഒരൊറ്റ സിറ്റുവേഷനിൽ കൊണ്ടാണ് നമ്മൾ അത് ഇന്നിപ്പോൾ ഒരു ഡിസ്കഷൻ, അതായത് ഒരു റിയാക്ഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. സംഭവം ഇയാൾ ഫസ്റ്റ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ പുറകെ നടന്ന് സിലുവിനെ ശല്യം ചെയ്തിട്ടുള്ള ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഷഫീന ബീവിനാണ് ഇയാൾ പറഞ്ഞത്. ഷഫീന ബീവിയാണ്. ഞാൻ ഷഫീന ബീവിയുടെ ചാനലിലൂടെയാണ് കണ്ടത്. ഇയാൾ ആ കുട്ടിയോളെ മുന്നിൽ വെച്ചിട്ട് ആ കസേര തട്ടി, അതായത് അത്രയും ഡേഞ്ചറായ സിറ്റുവേഷനിൽ ആ കുട്ടികൾ എടുക്കുന്ന സമയത്ത് വളരെ മോശമായിട്ട്, അതിൽ യാതൊരുവിധ ന്യായീകരണവും അതിനില്ല. ആ കസേര അടിച്ച് തെറിപ്പിക്കണേ, കസേര തട്ടി തെറിപ്പിക്കുന്ന ഒരു സീനുണ്ട്. CCTV നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മളടുത്ത് വീഡിയോ ചെയ്താണ്. അപ്പോൾ ആ ഒരു സീന് അവിടെ ഉണ്ടായി എന്നുള്ളത് പുറം ലോകം അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഷഫീന ബീവി കാരനാണ്. അവരുടെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഷഫീന ഇവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പിന്നെ കുട്ടികൾക്കെതിരെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പക്ഷെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഷഫീനയുടെ വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായി. എന്തായാലും ഇതൊരു വിഷയം ഞാൻ ജസ്റ്റ് തുടക്കം ഇവിടെ വെച്ചു തന്നല്ലോ. അപ്പോൾ പുള്ളി ഇതാണ് പറയാൻ പോകുന്നത്. ഇനി ഇയാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് കൊട്ടയും പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. മുപ്പത് ഇൻ്റർവ്യൂ വീഡിയോയിൽ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഊനാലകൾ വീണ്ടും എത്തിയിട്ടുണ്ട് ലോഡ്. കാരണം നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടത് കുറച്ച് ഊനാലകൾ ഒഴിവാക്കി പോകുന്ന വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേ റേറ്റിന് തന്നെ, അതായത് 2499 രൂപക്ക് വീണ്ടും കമ്പനിക്കാരോട് സംസാരിച്ചിട്ട് അതേ റേറ്റ്, പുതിയ ഫീസ് അതേ റേറ്റിന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇറക്കിയിരിക്കുന്നത്. കുറച്ച് പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള അല്ല മൂപ്പരിപ്പോൾ കുറേ ഊഞ്ഞാലുമായിട്ട് വന്നു എന്നല്ല ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇയാൾ തന്നെയല്ലേ ഈ ഊഞ്ഞാലുകൾ കംപ്ലീറ്റ് കൊടുക്കുകയാണ്. കാരണം വീട് ഞാൻ വിൽക്കാൻ പോവുകയാണ്, വീട് വിൽക്കുന്ന സമയത്ത് ആ വീട്ടിലിങ്ങനെ ഊഞ്ഞാലുകളൊക്കെ ഇടുന്ന ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ വിറ്റ് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലേ വീട് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ മൂപ്പര് ആദ്യം ഊഞ്ഞാൽ സെയിൽ തുടങ്ങിയത്. അല്ല, എൻ്റെ ഒരു സംശയം കേട്ടോ, ഞാൻ അങ്ങനെ മനസ്സിലാക്കി. ഇനി നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വിചാരിച്ചുള്ളത് മൂപ്പര് കുറേ ആ ഊഞ്ഞാലുകൾ കംപ്ലീറ്റ് വിറ്റ് ഒഴിവാക്കുക. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു ഊഞ്ഞാലിന് വേണ്ടി അത്രയും ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബം, ഒരു ഉമ്മ ഒരു കുട്ടീനെയും കൊണ്ട് വന്നിട്ട് ഊഞ്ഞാലൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര പിന്നെ നിർഭരമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഓരോ കാല് തൊട്ടിലേക്ക് നോക്കുക, കുട്ടി എന്തൊക്കെയോ ഞാൻ അതെല്ലാം പറഞ്ഞു ഭയങ്കര എളിമയോട് കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി എനിക്കൊന്ന് ഒരു അത്രയും കഷ്ടത, ഒരു ഊഞ്ഞാലില്ലാത്തതുകൊണ്ട് അത്രയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു സ്ത്രീ അവിടെ വന്നിട്ട് ആ ഒരു കുട്ടീനെ കൊണ്ട് വന്നിട്ടില്ലേ, അങ്ങനെ ഒരു സംഭവം കണ്ടു. ആ കണ്ട സമയത്തൊക്കെ ഇയാൾ പറഞ്ഞിരുന്നത് അവിടെയുള്ള ഊഞ്ഞാലുകൾ കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ആ സീൻ ഒന്ന് പ്ലേ ചെയ്യാം. ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി പിന്നെ നോക്കാനുള്ള സൗകര്യമൊക്കെ
കൊണ്ടാണ്, സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിൽ ഫുള്ളായിട്ട് ഫില്ലാക്കിയുള്ളത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ നോക്കാനുള്ള വീട് വന്ന് നോക്കിയിട്ടുണ്ട്. വീട് വന്ന് നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആദ്യത്തേലും ഇവർ കുഞ്ഞാൽ ഒഴിവാക്കുന്നത്. അല്ല എന്തോ ആയിക്കോട്ടെ, നമ്മളെ പ്രശ്നമല്ല. എന്നാലും അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു കടകാലിയാക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, അയാൾ പ്രവാസിയാണ്, അയാൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതുവരെയുള്ള പരിപാടിയാണ് ചെയ്യുന്നതെന്നാണ് മൂപ്പർ പറഞ്ഞത്. അതിനുശേഷം ഇതെല്ലാം കാലിയായപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഊഞ്ഞാലിലേക്ക് ഒന്നും കൂടി കുറേ ഊഞ്ഞാലുകൾ വിറ്റ് പോയ ആ ബിസിനസ് പച്ചപ്പടിച്ചിട്ടുള്ള ആ ഒരു ചിലപ്പോൾ എന്താ പറയുക, ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു ചുവട് പിടിച്ച് മുന്നോട്ട് പോകാനായിരിക്കാം വീണ്ടും ഊഞ്ഞാൽ ഇറക്കിയിട്ടുള്ളത്. എന്നാലും ഈ ഊഞ്ഞാൽ ഇത്രയധികം ആവശ്യക്കാരുള്ള സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, അല്ലേ? കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ വീഡിയോയിൽ പുള്ളി ഈ ഷഫീനയ്ക്ക് മറുപടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട അതിൻ്റെ പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഞാൻ ആ ഭാഗം ഇവിടെ പ്ലേ ചെയ്യാം. എന്താണ് നമ്മുടെ ഇക്ക മാസ് മറുപടി തന്നെ പുള്ളി എഴുതുന്നുണ്ടോ, മാസ് എല്ലാവർക്കും മറുപടിയുമായിട്ട് ഇക്ക വന്നിട്ടുള്ള വീഡിയോൻ്റെ റെലവൻറ്റ് പോർഷൻ. CCTV ദൃശ്യമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത് ഈ CCTV ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ആ കുട്ടികളെ തൊഴിക്കുന്ന ദൃശ്യം കേട്ടോ. നോട്ട് ദി പോയിന്റ് യുവർ ഓണർ പറഞ്ഞത് ഒരു 3 വർഷം മുമ്പുള്ളതാണ്. അത്ര കറക്റ്റായി പറയാൻ കാരണം 3 വർഷത്തിന് മുമ്പ് ഒരു ഏഷ്യാനെറ്റ് ആയിരുന്നു ആദ്യം നമ്മുടെ വൈഫൈൻ്റെ, അതായത് ജിയോയിലേക്ക് മാറി 3 വർഷം മുമ്പ്. അപ്പോൾ അതിനുശേഷം ക്യാമറ എൻ്റെ കയ്യിൽ മാത്രമാണ്. സിലിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നില്ല, ക്യാമറേൻ്റെ ആപ്പ് ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ മാത്രമാണ് ആപ്പ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ വീഡിയോ അത് ശരി. 3 വർഷം മുന്നേ തൊഴിച്ചതാണോ? അത് അത്ര വലിയ വിഷയമുള്ള കാര്യമില്ലല്ലോ അല്ലേ? കാരണം 3 വർഷമായിട്ട് മുന്നെയാണ് സിലുവിൻ്റെ കയ്യിൽ ക്യാമറയുടെ പിന്നെ ആക്സസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇയാളുടെ കയ്യിലാണ് ക്യാമറയുടെ ആക്സസ്. അപ്പോൾ തൊഴിച്ചത് 3 വർഷം മുന്നത്തെയാണ്. എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് അല്ലേ? ഇയാൾ എന്താണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാരണം എന്താ വെച്ചാൽ അതായത് വീഡിയോ ആർക്കോ തൊഴിച്ചത് 3 കൊല്ലമാണെങ്കിലും 30 കൊല്ലം മുന്നേ ആണെങ്കിൽ തൊഴി തന്നെയാണ്. അത് വീഡിയോ കണ്ട സമയത്ത് CCTV ദൃശ്യം കണ്ട സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇയാൾ വല്ല പരിപാടികളും കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരുവിധ കാര്യങ്ങളൊക്കെ സിലു ഈ ഷഫീനയോടോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ വീഡിയോ എന്ന് മനസ്സിലാവുന്നത്. വീഡിയോ ഇട്ടോടെ, അതായത് വീഡിയോ ആർക്കോ ദീദിക്കോ ബേബിക്കോ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു, എനിക്കറിയില്ല ആ ചാനലിൽ. അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായെന്ന് പറഞ്ഞാലും അയച്ചു കൊടുത്തത് ജസ്റ്റ് അവരെന്തോ നിരന്തരമായിട്ട് സിലുവിനെ ഹരാസ്മെൻറ്റ് ചെയ്യുകയാണ്, നിരന്തരമായിട്ട് വെറുപ്പിക്കുകയാണ്, നിരന്തരമായിട്ട് കുറ്റങ്ങൾ പറയുകയെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായി ഇട്ടു. അപ്പോൾ തന്നെ 1 ടൈം ഇട്ടെടുത്ത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ അത് അവൾ ചതിച്ചതാണ്, ആ സ്ത്രീ എന്തോ വലിയ ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എനിക്ക് വാട്സപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് എൻ്റെ ഉണ്ട്, വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എത്രയായാലും ഭർത്താവല്ലേ അല്ലേ? അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ വാട്സപ്പ് ചെയ്ത്. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് അത്രയധികം പീഡനങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങി ഒരിക്കലും ഭർത്താവിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ സഹായിക്കാൻ വന്നിട്ടുള്ള ഷഫീനെ പോലെയുള്ള ഒരു വ്യക്തിയോട് കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷം ഷഫീനെ പുറംലോകത്തേക്ക് എത്തിച്ച് സത്യം പറഞ്ഞാൽ ഈ സിലു ടോക്സ് സിലുവിന് ഒന്നും കൂടി സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അവർ വളരെ കൃത്യമായിട്ട് ഷഫീനയിൽ പറയുകയുണ്ടായി, നിങ്ങൾ വീഡിയോ കണ്ട് സഹായിക്കണം, അത്രയധികം വീഡിയോ കണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയധികം സഹായം സിലുവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് വെച്ച സ്ഥലത്തുനിന്ന് ഇപ്പോൾ സിലു ടോക്സ് പോയിട്ട് ഈ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഈ ഭർത്താവിനോടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവർ തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്താണ് നമുക്കും തോന്നുന്നത് കേട്ടോ, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്താണ് നമുക്കും തോന്നുക ഇനിയിപ്പോൾ ഇതിൽ പുറകിൽ വല്ല ഫോർച്യൂണറോ മറ്റേ എൻഡേവറോ അങ്ങനെ വല്ല വണ്ടികളും ഉണ്ടോ. അതുകൊണ്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇങ്ങനെ വന്നതാണ് നമ്മട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും നടന്നില്ല, അതും നടന്നില്ല, അതും അങ്ങനെ ആയിപ്പോയി. എന്താണെന്നറിയില്ല, കൊടുക്കാമെന്ന് പറഞ്ഞു, അതും കൊടുത്തില്ല. അപ്പോൾ എല്ലാം നമുക്ക് തന്നെയാണ് 8 പണികൾ വരുന്നത്. അപ്പോൾ അവിടെ ബീവി ചലിച്ചാലും ദീദി ചലിച്ചാലും ആ പണി ഏറലായത് ഞാനാണ്. സത്യം. ബീവി ചലിച്ചാലും ദീദി അങ്ങനെ പറഞ്ഞോ നോക്കട്ടെ. 8 പണികൾ വരുന്നത്. അപ്പോൾ അവിടെ ബീവി ചലിച്ചാലും ദീദി ചലിച്ചാലും ആ പണി ഏറലായത്. ബീവി ചതിച്ചാലും ദീദി ചതിച്ചാലും എന്നറിയില്ല, പക്ഷെ ബീവി ചതിച്ചാലും രണ്ടും ബീവിയാണ്. ഒന്ന് ഷഫീന ബീവിയാണ്, മറ്റേ ഇയാളുടെ സ്വന്തം ബീവിയാണ്. 2 പേര് ചതിച്ചാലും ഇയാൾക്ക് തന്നെയാണ് പണി വരുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വിഷയം കംപ്ലീറ്റ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം ബീവി തന്നെ കേട്ടോ.
ഒരു ചെറിയ ചേറിന് തട്ടുന്ന സീന് അത് മറ്റുള്ളവർ കാണുമ്പോൾ വലുതായി കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചെയറിൽ തട്ടിയതിൻ്റെ കാരണം സിലുവിൻ്റെ ചാനലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാരണം ആവശ്യ സമയത്ത് എടുത്ത് പറയണ്ട, ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. ഒരു കാരണവും പറയാനില്ല. ചെയറിനെ ചവിട്ടിയിട്ടുള്ള എന്ത് കാരണം? കുട്ടികൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ചെയർ ആ തട്ടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് മനസാക്ഷിയുള്ള മക്കളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ അല്ലേ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും വെറുതെ ആവശ്യമില്ലാതെ ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യമില്ല. സിറ്റുവേഷനായി പോയി. എന്തായാലും അത് ചെയ്തത് എന്തായാലും ശരിയല്ല. നിങ്ങൾക്ക് അങ്ങനെ ചാനൽ ഇട്ട് കൊടുത്തത് ശരിയല്ല എന്ന് തന്നെ എനിക്കും പറയുന്നത്. ചവിട്ടിയത് കുഴപ്പമില്ല അല്ലേ, ചാനൽ ഇട്ട് ശരിയല്ല എന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതും പഴയ ഒരു 3 വർഷം മുമ്പുള്ള ഒരു CCTV ഡ്രസ് ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ അതൊരു ശരിയായൊരു കാര്യമല്ല. അത് പോയിന്റ് അത് വാലിഡ് പോയിന്റാണ്. കാരണം വെച്ചാൽ 3 വർഷം മുന്നേ ആകുമ്പോൾ ചവിട്ടിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു പോകുമല്ലോ അല്ലേ വർഷങ്ങൾ കഴിയുന്തോറും. അങ്ങനെ പോട്ടെ. ഇപ്പം ഞാനിവിടെ പാലക്കാട് ഒരു യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ, നമ്മളെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യുക, വീഡിയോയുടെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവർക്കൊക്കെ. പാലക്കാട് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. കുട്ടികളെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി അതൊക്കെ ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ? പിന്നെ എന്ത് യൂണിയൻസിൻ്റെ ജില്ലാ സെക്രട്ടറി, ഇനി സംസ്ഥാനമാണെങ്കിലും ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ആ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. എന്തായാലും IT ആക്ട് പറഞ്ഞ സംഭവമുണ്ട്, അത് കൊടുത്തോളും, വഴിയെ അത് അനുഭവിച്ചോളും, കുഴപ്പമില്ല. ആ വഴിക്ക് നടന്നോളൂ. കാരണം എൻ്റെ പെങ്ങളുടെ മകനും മേട്ടൻ്റെ മക്കളും എല്ലാം ഒരുപാട് വക്കീൽമാരുണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പോട്ടെ, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. കാരണം വെച്ചാൽ വീട്ടിൽ കുടുംബത്തിലെല്ലാവരും വക്കീലുമാരാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം എന്തോ ഒരു കേസ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതിന് സമൻസ് എന്തോ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. അനാവശ്യ വീഡിയോകൾക്കെതിരെ എന്തായാലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളെ ചിത്രീകരിക്കില്ല, മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ നടപടി. നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ളത് നിങ്ങളെ വൈഫ് തന്നെയാണ്. അവരുടെ എല്ലാ വീഡിയോ എടുത്ത് നോക്കൊണ്ടു നിങ്ങൾക്ക് ഒരു വില പോലും, നിങ്ങൾക്ക് പുല്ല് വില പോലും തന്നിട്ടില്ല. അവർ പുല്ല് വില തന്നിട്ടുള്ളൂ എന്നല്ല പറഞ്ഞാൽ, പുല്ല് വില പോലും നിങ്ങൾക്ക് അവരവരുടെ വീഡിയോ തന്നിട്ടില്ല. ഈ ലോകത്ത് ഏറ്റവും കൊള്ളരുതാത്തനായിട്ട് ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ പദവി അലങ്കരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി നിങ്ങളാണ് എന്നാണ് അവരവരുടെ വീഡിയോയിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. വഴിയെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ കുറച്ച് ആൾക്കാർ അറിയാതെ നിങ്ങൾ തമ്മിൽ ഒത്തുകളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒത്തുകളിയാണെങ്കിൽ എൻ്റെ ചാനൽ അത് സംശയം തോന്നായില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ 100% എനിക്കിപ്പോഴും ഒന്നുമില്ല. ഞാൻ 90% ഞാൻ ഇവരുടെ കേസിൽ വിശ്വസിക്കുന്നുള്ളൂ. ഒരു 10% ഇപ്പോഴും എനിക്കും ചെറിയ സംശയമില്ലാതില്ല. കാരണം നമ്മളിതൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. ഇതൊരു പുതിയൊരു ഫോമുലയല്ല, ഒരു പഴയ ഫോമുല തന്നെയാണിത്. ഞാൻ പറഞ്ഞ ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞാലും അത് വലിയ ചാനലിലല്ല, വേറെ സിലു ടുഡേസ് പറഞ്ഞ ചാനൽ തന്നെ ഉണ്ട്. 60,000 മുകളിൽ മോണിറ്റൈസേഷൻ ചെയ്ത ചാനലാണ്. അതിൽ എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വീഡിയോ ഇടാം. അതിൽ 8 അതിൽ ഒരുപാട് ഇൻകം വന്നുകൂടി കണ്ടിരുന്ന ചാനൽ. അപ്പോൾ ആ ചാനലിൽ ഇയാൾക്ക് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇയാൾ ഈ പുതിയ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ്. അപ്പോൾ അതിലിട്ടാൽ മതിയല്ലോ, അപ്പോൾ നല്ല ഇൻകം വരുമല്ലോ. പുതിയ ചാനലൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തെറ്റായി ധരിക്കുന്നവർക്ക് ഉള്ള ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇന്ന് വീഡിയോ. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒന്നിച്ച് ജീവിച്ചുകൂടെ. ഓക്കെ, എന്തോന്നും കൂടി പറയണ്ട. ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ 100% സമ്മതമാണ്. അതിലൊന്നും യാതൊരു മാറ്റവും. എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി തയ്യാറാണ്. അതിനൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല. ഞാൻ തയ്യാറായി കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ ഈക്വൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ അത് സോൾവ് ആയിട്ട് അങ്ങനെ പോകും. പക്ഷേ ഇത് രണ്ടുപേരില്ല, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നം. ഇനി ഞാൻ എന്ത് വിട്ടുവീഴ്ച ഞാൻ ആണെങ്കിൽ ഒരു വീട്ടിലൊരു ഡ്രൈവറായിട്ട് വേണമെങ്കിലും എനിക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ്, എല്ലാത്തിനും സമ്മതമാണ്. എനിക്ക് യാതൊരു മടിയോ അതൊന്നുമില്ല. കാരണം അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അതിനെ ജീവിച്ച് പോകാനോ എന്നുള്ള ഇതിൽ പറയണം. അപ്പോൾ അതൊക്കെ ഇപ്പം എന്താ വീഡിയോ ഇനി കൂടുതലേക്ക് പറയാൻ ചിലപ്പോൾ. എൻ്റെ ഭായി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ലേശം ഉണ്ടോ? ലേശം കുറച്ചെങ്കിലും. കാരണം എന്താണെന്നറിയോ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിരിയാൻ തീരുമാനിച്ചാൽ പിരിയുക. ഇത് പിരിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ നാട്ടുകാരോട് പറഞ്ഞ് പിന്നെ നമ്മളെന്തെങ്കിലും കാര്യം, നമ്മൾ മാത്രം നിങ്ങളെ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണെങ്കിലും കാണുന്നവരും കേൾക്കണോ ആരും ആയിക്കോട്ടെ, ഇവരെന്തെങ്കിലും കാര്യം തിരിച്ചു പറയണ സമയത്ത് അവരെയും രാഗി അതും കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ചാനൽ തുടങ്ങി ഊഞ്ഞാല് കച്ചവടം കൊട്ടക്കച്ചവടം എന്നുള്ള കണ്ടീഷനിൽ ആ ഒരു ചാനലിൽ വരിക. അത് വന്നതിന് ശേഷം ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ റിയാക്ഷൻ മാത്രമല്ല ഈ വ്യൂവേഴ്സിനോടാണോ പറയുന്നത്. എനിക്കതാ ഇയാളുടെ കേസിൽ ഇവരുടെ കേസിൽ തീരെ ലോജിക്ക് മനസ്സിലാവാത്ത കാര്യം. നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ നമ്മളോടൊക്കെ ചോദിച്ചിട്ട് എന്ത് കിട്ടാനാ?
ഞാനൊരു ഡ്രൈവറായിട്ട് നിൽക്കാൻ വരെ തയ്യാറാണെന്ന്. ഇയാൾ എന്ത് മനുഷ്യനാണെന്ന് ആലോചിക്കുക. മനുഷ്യൻ ഇങ്ങനെ നോളയാവോ, ഇങ്ങനെ ഊളയാവോ? ഞാൻ എങ്ങനെയും പൊരുത്തപ്പെട്ട് പോകാൻ തയ്യാറാണ്, ഞാൻ ഡ്രൈവറായിട്ട് നിൽക്കാൻ വരെ വീട്ടിൽ തയ്യാറാണ്. അരേ അവിടെ പോയി ചോദിക്കൂ, അവർ വീട്ടിൽ പോയി ചോദിക്കൂ. ഇതൊക്കെ മറ്റേ ആ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമയെ പറഞ്ഞ മാതിരി ഇതൊക്കെ നമ്മളോട് എന്തിനാ പറയണ വെച്ചില്ലേ? നിങ്ങൾ തമ്മിൽ ഒത്തുചേരാൻ പോവാനോ, നിങ്ങൾക്ക് പോകാൻ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഡ്രൈവർ ആവാനോ എന്താവാനോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവൂ. അതല്ലേ ഇതിൻ്റെ ഒരു ഇല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടോ നിങ്ങൾ അഭിപ്രായം പറയും. കാണുന്നവർ ജസ്റ്റ് പറയും ഇയാളിപ്പോൾ ഇങ്ങനെ, ഇയാൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, പക്ഷേ ഇയാളിപ്പോൾ എന്തൊരു ഒരു ഊളത്തരാണ് ഇയാൾ ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കുക, ഞാൻ അവിടെ ചെന്നിട്ടും ഡ്രൈവറായി നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതിനോട് പറയേ എന്നാൽ അങ്ങനെ ചെയ്യാം. എനിക്കിഷ്ടം, എനിക്ക് ഈ കുടുംബങ്ങൾ തെറ്റിപ്പിടാൻ ഇഷ്ടമല്ല. സിലു ഈ ടോക്സ് സൽഹ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ആയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മിസ്റ്റർ ഗഫൂർ ഇക്ക ഇപ്പോൾ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് പുള്ളിക്കൊരു ഡ്രൈവർ ജോലിയെങ്കിലും അവിടെ കൊടുത്താൽ മതി പറയുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന സിലു ടോക്സ് സൽഹ പറ്റുമെങ്കിൽ അവിടുത്തെ ഡ്രൈവർ ജോലി എന്താണെങ്കിലും, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ പാവത്തിന് ഒരു ജോലി കൊടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും കൂടാനുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുക്കുമോ? ഇങ്ങനെ ഒന്നും മനുഷ്യൻ അധപ്പതിക്കരുത് ഭായ്, ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. മനുഷ്യൻ അധപ്പതിക്കരുത്. കുറച്ചൊക്കെ നിങ്ങളിപ്പോൾ ആദ്യം പറഞ്ഞില്ലേ വക്കീൽ, കേസ്, കുടുംബത്തിൽ അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ ഈ വക കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ. സ്വയം ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കൂ. എന്നിട്ട് നേരിട്ട് ചെന്ന് ചോദിച്ച് സംസാരിച്ച് ക്ലിയർ ആവുമെങ്കിൽ മുന്നോട്ട് പോവുക, അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അവനവൻ്റെ പരിപാടി നോക്കി പോവുക. അല്ലാണ്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇറക്കല്ല, ഞാനിങ്ങനെ ഡ്രൈവർ ആവാൻ തയ്യാറാണ്, ഞാൻ അതിന് തയ്യാറാണ്, ഇത് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത കണ്ട അണ്ടൻ അടകോടന്മാർ ഇതിനൊക്കെ ഇരുന്നിട്ട് മനസ്സിലായോ അഭിപ്രായം പറയും. എന്തിനാ അത് കേൾക്കണത്? അവനവൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വന്നിരുന്നിട്ട് അഭിപ്രായം പറയുന്നത് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതാണ് എൻ്റെ ഇത്. നിങ്ങളുടെ ഇതെന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.